ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനം ലൂക്കാസ് വിശേഷം 19 അധ്യായം 3 തിരുവചനം. യേശു ആരെന്നറിയുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കക്കുറവായിരുന്നതിനാൽ ജനമധ്യത്തിൽ നിന്ന് അത് സാധ്യമായിരുന്നില്ല. എപ്പോഴാണോ നമ്മൾ നമ്മുടെ പൊക്കക്കുറവ് തിരിച്ചറിഞ്ഞ് ദൈവത്തെ കാണണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നത്, അപ്പോഴാണ് ദൈവവും നമ്മളെ കാണുക. നാം കാണുന്നുണ്ട് ലൂക്കാസ് സുവിശേഷത്തിലെ സക്കേവൂസ് എന്ന ധനികനായ ചുങ്കക്കാരൻ. അവൻ അതുവരെയും ധനം ശേഖരിക്കുന്നതിൽ ഒരു ടാക്സ് കളക്ടറായിരുന്നു. അവൻ നികുതി പിരിക്കുന്ന ചുങ്കക്കാരനായിരുന്നു. അവൻ്റെ ശ്രദ്ധ മുഴുവനും നികുതി പിരിക്കുന്നതിലും ചുങ്കം പിരിക്കുന്നതിലും ഒക്കെ ആയിരുന്നു. എന്നാൽ എപ്പോഴോ ഏതോ ഒരു നിമിഷത്തിൽ അവൻ തമ്പുരാനെ കാണാൻ തീവ്രമായി ആഗ്രഹിച്ചു. അതിന് തടസ്സമായി നിന്നിരുന്നത് അവൻ്റെ പൊക്കക്കുറവായിരുന്നു എന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. ആ പൊക്കക്കുറവിനെ നികത്തിയത് അവൻ അടുത്തുള്ള ഒരു സിക്കമോർ മരത്തിൽ യേശു വരുന്നത് കണ്ടപ്പോൾ ആ മരത്തിൽ കയറി നിന്നുകൊണ്ട് യേശുവിനെ നോക്കുകയാണ്. നോക്കൂ സഹോദരരെ, ജനക്കൂട്ടത്തിനിടയിലാണെങ്കിലും ആ സിക്കമോർ മരത്തിൻ്റെ കൃത്യം അടുത്തെത്തിയപ്പോൾ തമ്പുരാൻ സക്കേവൂസ് ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. ഇതാണ് തമ്പുരാൻ. നാം എപ്പോഴാണോ തമ്പുരാനെ അന്വേഷിക്കുന്നത്, അപ്പോഴാണ് തമ്പുരാൻ നമ്മെ കാണുന്നത്. ഇതാണൊരു സത്യം. അതുവരെയും നമ്മൾ ലോകവ്യഗ്രതകളിൽപ്പെട്ട് നമ്മുടേതായ തിരക്കുകളിൽ ഏർപ്പെട്ട് നാം അങ്ങനെ പോവുകയാണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തിരിച്ചറിയും, ഇതല്ല ജീവിതം, തമ്പുരാനെ കാണണം, തമ്പുരാനെ അറിയണം. അപ്പോഴാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പൊക്കക്കുറവുകൾ എന്താണെന്ന് നാം തന്നെ തിരിച്ചറിഞ്ഞ് ആ പൊക്കക്കുറവുകളെല്ലാം മാറ്റുമ്പോൾ തമ്പുരാൻ നമ്മളെ കാണും. നമുക്ക് തമ്പുരാനെയും കാണാൻ പറ്റും. തിരുവചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.